കൊച്ചി വടുതലയിലെ വാടക വീട്ടിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കുട്ടികളെ കൊലപ്പെടുത്താനുള്ള വിഷം വാങ്ങിയത് ഓൺലൈൻ വഴിയെന്നാണ് പോലീസ് നിഗമനം. ഇത് കണ്ടെത്താനായി മരിച്ച അശ്വതിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. 3 കുപ്പി വിഷപദാർത്ഥമാണ് വാങ്ങിയത്. ഇതിൽ ഉപയോഗിച്ച 2 കുപ്പികളും തുറക്കാത്ത കുപ്പിയും 3 ജ്യൂസ് ബോട്ടിലുകളും വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളെ തുടർന്ന് ഭർത്തൃ വീട്ടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. രണ്ടു മാസം മുൻപാണ് അശ്വതിയും കുട്ടികളും അമ്മയും മൂത്ത മകന്റെ ചികിത്സാർത്ഥം വടുതലയിൽ വീട് വാടകയ്ക്കെടുത്തത്. വീട്ടിൽ ആളടക്കം കാണാത്തതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ വീട്ടുടമയുടെ സഹോദരന്റെ മകൻ വന്ന് നോക്കിയപ്പോഴാണ് മരണവിവരം പുറത്തുവരുന്നത്. കരൾ രോഗബാധിതനായിരുന്ന അശ്വതിയുടെ ഭർത്താവ് അക്ഷത് 7 മാസം മുൻപ് ജീവനൊടുക്കിയിരുന്നു. ഈ ആഘാതത്തിന് പിന്നാലെ കുടുംബത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. പോലീസിന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലും കടുത്ത കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. മക്കൾക്ക് വിഷം നൽകിയ ശേഷം ശ്രീകുമാരിയും അശ്വതിയും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കുട്ടികൾക്ക് നൽകിയ വിഷം ഓൺലൈൻ വഴിയാണ് വാങ്ങിയതെന്ന് പോലീസ് സംശയിക്കുന്നു. ഇവരുടെ ഫോണുകൾ പരിശോധനയ്ക്കായി പോലീസിന്റെ കൈവശമാണ്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയും നടത്തും. ഇവയുടെ റിപ്പോർട്ട് വന്നാലേ മരണകാരണം പൂർണ്ണമായും വ്യക്തമാകൂ. വടുതലയിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചതു മുതൽ കുടുംബ ഭക്ഷണവും മറ്റുമെല്ലാം ഓൺലൈൻ വഴിയാണ് വാങ്ങിയിരുന്നത്. പുറത്തുപോകുന്ന പതിവില്ലാത്ത സാഹചര്യത്തിലാണ് ഓൺലൈനിലൂടെയാകും വിഷപദാർത്ഥവും വാങ്ങിയതെന്ന സംശയം പോലീസിന് ബലപ്പെട്ടത്. 3 കുപ്പി വിഷപദാർത്ഥമാണ് വാങ്ങിയത്. ഇതിൽ 2 ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ വ്യക്തമായി. തുറക്കാത്ത കുപ്പിയും 3 ഒഴിഞ്ഞ ജ്യൂസ് ബോട്ടിലുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിനി ശ്രീകുമാരി, മകൾ അശ്വതി, മക്കളായ കാർണിവൻ, കീർത്തിവൻ, അക്ഷിത എന്നിവരെ ശനിയാഴ്ച രാവിലെയോടെയാണ് വടുതലയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ് ഇവരുടെ ബന്ധുക്കൾ കൊച്ചിയിലെത്തിയെങ്കിലും 5 പേരുടെയും മൃതദേഹം പച്ചാളം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കാനായിരുന്നു തീരുമാനം. തിരുവനന്തപുരത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയും അറിയിച്ചതോടെ മേയർ VK മിനിമോൾ, കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പച്ചാളം ശ്മശാനത്തിൽ സംസ്കാരത്തിനുള്ള സംവിധാനം ഒരുക്കി നൽകി. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.